ഹലോ എവരി വൺ, ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ BGC 104 ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമയുടെ ക്ലാസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ BGC 104ൻ്റെ ബ്ലോക്ക് 1ഉം 2ഉം 3ഉം ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റ് നമ്മൾ പഠിച്ച ബ്ലോക്കിൽ ഡോട്ടർ ഫോക്സ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ബ്രിട്ടീഷ് പോയട്രിയെ കുറിച്ചും ഡ്രാമകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു വന്നു. സോ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള ബ്ലോക്ക് 4 ഷേക്സ്പിയറിന്റെ മാക്ബത്തിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ മാക്ബത്തിനെ കുറിച്ച് മേ ബി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ പഠിക്കും ഉറപ്പായിട്ടും. മാക്ബത്ത് എന്ന് പറയുമ്പോൾ ഒരു ബ്രിട്ടീഷ് പോയട്രി ഒക്കെ എടുത്താൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേ ആണ് വില്യം ഷേക്സ്പിയറിന്റെ മാക്ബത്ത്. അപ്പോൾ ഈ ഒരു മാക്ബത്ത് ബേസ് ചെയ്ത് ഒരുപാട് ഫിലിംസ് ഇറങ്ങിയിട്ടുണ്ട്. മലയാളത്തിലാണെങ്കിലും ജോർജി അങ്ങനെ ഒരു ഫിലിം ഇറങ്ങിയിട്ടുണ്ട്, ഇംഗ്ലീഷ് ഹിന്ദിയിലൊക്കെ ഇത് ബേസ് ചെയ്ത് ഒരുപാട് ഫിലിംസ് ഇറങ്ങിയിട്ടുണ്ട്. അത്രത്തോളം പ്രാധാന്യമേറിയ ഒരു കഥയാണ് വില്യം ഷേക്സ്പിയറിന്റെ മാക്ബത്ത്. അപ്പോൾ വില്യം ഷേക്സ്പിയറിന്റെ കഥയാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ അത് എന്തുമാത്രം പ്രാധാന്യമുള്ള ഒരു പ്ലേ ആണെന്ന്. അപ്പോൾ വില്യം ഷേക്സ്പിയറിനെ കുറിച്ചൊക്കെ നമ്മൾ ആദ്യത്തെ ബ്ലോക്കുകളിൽ ബ്ലോക്ക് 2-ലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോണറ്റ്, ഷേക്സ്പിയറിന്റെ സോണറ്റുകളെ കുറിച്ച് നമ്മൾ പഠിച്ച സമയത്ത് ഷേക്സ്പിയർ എപ്പോൾ ജനിച്ചു, അദ്ദേഹം ആരാണ്, എന്താണ് എന്നുള്ള ഒരു ഓട്ടോബയോഗ്രാഫി നമ്മൾ അവിടെ പഠിച്ചു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്ലോക്കിൽ ഷേക്സ്പിയറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്രക്കുറിപ്പ് അതൊന്നും ഇവിടെ പറയുന്നില്ല, കാരണം നമ്മൾ അതൊക്കെ ഓൾറെഡി ഇതേ ടെക്സ്റ്റിൽ തന്നെ റെഫർ ചെയ്ത കാര്യങ്ങളാണ് അല്ലേ. സോ നൗ യു ആർ മൂവിങ് ടു ബ്ലോക്ക് 4 ഷേക്സ്പിയർ മാക്ബത്ത്. ഓക്കെ, അപ്പോൾ ആസ് യൂഷ്വൽ നമുക്ക് എപ്പോഴത്തെയും പോലെ 4 യൂണിറ്റുകളാണ് ഉള്ളത്. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ 4 യൂണിറ്റുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാക്ബത്ത് എന്ന് പറയുമ്പോൾ ഒരു ട്രാജഡി നിറഞ്ഞ ഒരു കഥയാണ്. നമ്മൾ ഇതുവരെ പഠിച്ചു വന്നതിൽ നിന്ന് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഓഡിപ്പസ്ട്രസും അങ്ങനെയുള്ള ഇല്യാഡിൻ്റെ ഹോമറിൻ്റെ അങ്ങനെയൊക്കെയുള്ള ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മാക്ബത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. എക്സാമ്പിൾ ഈ പ്രൊഫസീസ് അല്ലെങ്കിൽ ഈ ട്രാജഡി, ഇതെല്ലാം നമ്മൾ ഈ ഒരു ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമയിൽ പഠിച്ച കാര്യങ്ങളാണ്. അതെല്ലാം ഈ ഒരു മാക്ബത്ത് എന്ന ഈ ഒരു പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ യൂണിറ്റ് 13, 14, 15, 16 എന്നീ 4 യൂണിറ്റുകളാണ് ഈ ഒരു ബ്ലോക്ക് 4-ൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ യൂണിറ്റ് 13 ഈ ഒരു മാക്ബത്തിനെ കുറിച്ചുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷനും അതുപോലെ ഈ ഷേക്സ്പിയർ ഈ കഥ എഴുതിയ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു 16th 17th സെഞ്ചുറിയിലെ ഇംഗ്ലണ്ട് കാലഘട്ടവും ഇംഗ്ലണ്ടിലെ ആ ഒരു ജീവിത രീതിയെയൊക്കെ കുറിച്ചുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ് യൂണിറ്റ് 13-ൽ വരുന്നത്. പിന്നെയുള്ള ബാക്കി ലാസ്റ്റ് 3 യൂണിറ്റിലും കംപ്ലീറ്റ് ആയിട്ട് മാക്ബത്തിന്റെ സ്റ്റോറിയാണ് നമുക്ക് പഠിക്കേണ്ടി വരുന്നത്. സോ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് 13 നമുക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം, കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല ഇതിൽ പറയുന്നത്. കാരണം ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയ സമയത്ത് നമ്മളുടെ ഈ യൂണിറ്റ് 13 പറയുന്ന കാര്യങ്ങളൊന്നും അതിൽ പറയുന്നില്ല. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏതാണ്? മാക്ബത്തിൻ്റെ സ്റ്റോറിയാണ് അല്ലേ, അല്ലെങ്കിൽ മാക്ബത്തിൽ നിന്നുള്ള പ്ലേയുടെ കഥയും അതിൻ്റെ സമ്മറിയൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ യൂണിറ്റ് 13-ൽ നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് എന്ന നിലയിൽ വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ വേണ്ട ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടുകൊണ്ടിരുന്നാലും മതി. ഓക്കെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അടുത്ത യൂണിറ്റാണ്, മാക്ബത്ത് എന്നുള്ള പ്ലേ ആണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. സോ ഞാനിതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് പെട്ടെന്നൊന്ന് ഓടിച്ച് പറഞ്ഞു തരാം, അല്ലാതെ നത്തിങ് മോർ ഒരുപാട് അങ്ങനെ കാര്യങ്ങളൊന്നും ഇതിൽ കാണുന്നില്ല. എന്താണ് ഇതിൽ എലിസബത്തിൻ എറേനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഈ ഷേക്സ്പിയർ ഒക്കെ ഈ കഥയും ഇദ്ദേഹത്തിൻ്റെ മറ്റു കഥകളൊക്കെ എഴുതിയിരുന്ന സമയത്ത് എലിസബത്ത് രാജ്ഞി ഭരിച്ചുകൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ എലിസബത്ത് രാജ്ഞീനെ ഭരിച്ച സമയത്തിന് ഗോൾഡൻ എറ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പല കവികളുടെ കാര്യം പറഞ്ഞപ്പോഴും എലിസബത്തിനെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എലിസബത്ത് രാജ്ഞി ഭരിച്ചിരുന്ന സമയത്ത് ഈ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ, ഇംഗ്ലണ്ട്, മറ്റങ്ങനെയുള്ള ഇറ്റലി, അങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം ഈ ലിറ്ററേച്ചറൊക്കെ ഉയർന്നു പൊങ്ങി വന്ന സമയങ്ങളാണ്. അതുകൊണ്ടാണ് എലിസബത്തിൻ്റെ പീരീഡിനെ ഗോൾഡൻ എറ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ആ സമയത്ത് തന്നെയാണ് ഈ ഷേക്സ്പിയറൊക്കെ
കയറി ഇത്ര ക്ലിക്കായ ഒരു സമയമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത് എലിസബത്ത് രാജ്ഞിയുടെ ഈ ഒരു റെനൈസൻസ് പീരീഡ്, ആ ഒരു വിപ്ലവ പരമായിട്ടുള്ള പല കാര്യങ്ങളും നടന്നതിന് ശേഷം പഴയ കാവ്യങ്ങളൊക്കെ ഉയർത്തി കൊണ്ടുവന്നു എന്നും, അല്ലെങ്കിൽ ഒരുപാട് കുഞ്ഞു കവികളൊക്കെ പോപ്പുലറായി, ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കാരണം അന്നത്തെ സ്പെഷ്യാലിറ്റി എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു രാജ്യം ഒരു രാജ്ഞിയോ രാജാവോ ഭരിക്കുവാണെങ്കിൽ ആ രാജാവിനെ അല്ലെങ്കിൽ രാജ്ഞിയെ പ്രീതിപ്പെടുത്താനായിട്ട് ഒരുപാട് പോയറ്റുകൾ, കവിതകൾ എഴുതാറുണ്ട്. അങ്ങനെ ചെറിയ കവിതകൾ എഴുതുന്നതിലൂടെ ഈ ഒരു, ഇപ്പോൾ എക്സാമ്പിൾ എലിസബത്ത് രാജ്ഞി തെറ്റുകളൊന്നും ചെയ്യുന്നില്ല, അവർ നല്ല രീതിയിലാണ് രാജ്യം ഭരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കവികൾ അവരെ കുറിച്ച് കഥകളൊക്കെ എഴുതാറുണ്ട്. ഇത് എന്നിട്ട് ഈ കഥ എഴുതി ആളുകളിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഈ ക്യൂണ് അല്ലെങ്കിൽ ആ രാജ്യം ഭരിക്കുന്ന ആളുകൾ ഈ ഒരു പോയറ്റിന് ഒരു ഗോൾഡ് കോയിൻസ് അല്ലെങ്കിൽ ഡോളേഴ്സ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് എലിസബത്തിന് എറ അല്ലെങ്കിൽ ആ ഒരു 16th 17th സെഞ്ചുറിയിലൊക്കെ പോയറ്റുകളും പ്ലേകളുടെ എണ്ണങ്ങളും കൂടി വന്നിട്ടുള്ളത്. അതാണ് ഫസ്റ്റ് നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഇംഗ്ലണ്ടിലെ തിയേറ്ററിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫിലിം തിയേറ്റേഴ്സിൻ്റെ കാര്യം നേരത്തെ നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങളിലാണ് ആദ്യം തിയേറ്റേഴ്സുകൾ വന്നത്. അപ്പോൾ തിയേറ്റേഴ്സൊക്കെ അവിടെ വരാനുള്ള റീസൺ എന്താണ്? അവിടെയൊക്കെയാണ് ആദ്യം ഈ റിനൈസൻസ് പീരീഡൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ വിപ്ലവകരമായിട്ടുള്ള പല കാര്യങ്ങളും കഴിഞ്ഞ് അവിടെയാണ് ഈ തിയേറ്റർ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. കാരണം ആളുകളൊക്കെ പതിയെ ഓരോ പ്ലേകൾ ചെയ്യാൻ തുടങ്ങി, നാടകങ്ങളും പലതരത്തിലുള്ള കോമഡി ഷോസൊക്കെ സ്ട്രീറ്റിൽ തന്നെ ചെയ്യാൻ തുടങ്ങി. അത് പിന്നെ സ്ട്രീറ്റിൽ അവോയ്ഡ് ചെയ്ത് പതിയെ ഓരോ തിയേറ്റർ ക്രിയേറ്റ് ചെയ്ത് ചെറിയ റൂംസ് പോലുള്ള സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അവിടെ പ്ലേ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് പുറത്തുള്ള രാജ്യങ്ങളിൽ ആദ്യം തിയേറ്ററുകൾ വന്നത്. ഓക്കെ, അങ്ങനെ ഇംഗ്ലണ്ടിലൊക്കെ ഈ തിയേറ്ററൊക്കെ ക്ലിക്കായതിനു ശേഷമാണ് നമ്മളുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലോട്ട് ഈ തിയേറ്റേഴ്സൊക്കെ വന്നിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതും കേട്ടറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ജസ്റ്റ് ഫോർ ഇൻഫോർമേഷൻ നിങ്ങൾ ഇതിവിടെ അറിഞ്ഞിരിക്കുക കേട്ടോ. എവിടെ ഈ ഒരു യൂണിറ്റ് കൊടുത്തിരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ അടുത്ത് പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ദ ഗ്ലോബൽ തിയേറ്റർ എന്നുള്ള ഒരു പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദർ വെർ മെനി തിയേറ്റേഴ്സ് ഇൻ ദ പീരീഡ്. റെഡ് ലൈൻ തിയേറ്റർ വാസ് ദ വൺ ഓഫ് ദ ഓൾഡസ്റ്റ്. ഈ ഇംഗ്ലണ്ടൊക്കെ എടുത്താൽ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു തിയേറ്ററാണ് റെഡ് ലൈൻ തിയേറ്റർ. ഓക്കെ, ഇത് PSC ഒക്കെ പഠിക്കുന്നവർക്ക് യൂസ് ആവുന്ന കാര്യമാണ്. നമുക്ക് ഇവിടെ അധികം ഇതിനെക്കുറിച്ച് പ്രാധാന്യം വരുന്നില്ലെങ്കിലും അറിഞ്ഞിരിക്കുക കേട്ടോ. ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആണല്ലോ, സോ അറിഞ്ഞിരിക്കുക. ഏറ്റവും പുരാതനമായിട്ടുള്ള തിയേറ്ററാണ് ഏതാണ്? റെഡ് ലൈൻ തിയേറ്റർ ആണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള തിയേറ്റർ. അനദർ വാസ് ദ ഗ്ലോബ് തിയേറ്റർ ബിൽഡ് ബൈ ഷേക്സ്പിയർ ആൻഡ് അതേഴ്സ് ഇൻ 1599. 1599 ഷേക്സ്പിയറും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൂടെ നിർമ്മിച്ച ഗ്ലോബ് തിയേറ്റർ എന്നുള്ള ഒരു തിയേറ്ററാണ്. അത് കഴിഞ്ഞുള്ള ഒരു പുരാതനമായിട്ടുള്ള തിയേറ്റർ. അപ്പോൾ ഈ ഗ്ലോബ് തിയേറ്റർ ഒരുപാട് ലിറ്ററേച്ചർ ഫീൽഡിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഷേക്സ്പിയറും ഫ്രണ്ട്സും ആണല്ലോ അത് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഷേക്സ്പിയറിൻ്റെ ഈ മാക്ബത്ത് പോലുള്ള ഫേമസ് ആയിട്ടുള്ള പ്ലേകളെല്ലാം ഈ ഒരു തിയേറ്ററിലാണ് നടന്നത്. ഡ്രാമകൾ എവിടെയാണ് നടന്നത്. അതുകൊണ്ട് ഈ ഗ്ലോബ് തിയേറ്റർ എന്നുള്ള തിയേറ്റർ പല പഴയ കാര്യങ്ങളിലും പറയുന്നുണ്ട്. പിന്നെ 1613 ആയപ്പോൾ ഈ തിയേറ്റർ കത്തി നശിച്ചു പോയെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ദ സ്വാൻ പ്ലേ ഹൗസ് ഇൻ ലണ്ടൻ വാസ് ദ ലാർജസ്റ്റ് തിയേറ്റർ ആൻഡ് ഹാഡ് എ കപ്പാസിറ്റി ഓഫ് 3000. ലണ്ടനിലുള്ള സ്വാൻ പ്ലേ ഹൗസ് എന്നുള്ള തിയേറ്ററാണ് ഏറ്റവും വലിയ തിയേറ്റർ. അന്നുണ്ടായിരുന്ന കാലത്തുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതിൽ 3000-ഓളം ആളുകൾ ഒരേ സമയത്ത് ആ ഒരു തിയേറ്ററിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും. അവിടെ ആ ഒരു തിയേറ്ററിൻ്റെ ഫ്രണ്ടിലായിട്ട് ദ സ്പേസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്റ്റേജ് വാസ് കാൾഡ് പിറ്റ്. ആ ഒരു തിയേറ്ററിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു സ്പേസിനെ പിറ്റ് എന്നാണ് പറയുന്നത്. ആ പിറ്റെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓപ്പൺ ഗാലറിയാണ്. അവിടെ റൂഫൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഓപ്പൺ ആയിട്ടിരുന്ന് ഈ തിയേറ്ററിൽ വരുന്ന ഫിലിംസും ഡ്രാമാസൊക്കെ വാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ്സ് ഓപ്പൺ ഗാലറി ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള പേയ്മെൻറ്റ് കുറവാണ്, അല്ലെങ്കിൽ ആ ഒരു ടിക്കറ്റ് ചാർജ് വളരെ കുറവാണ് എന്നാണ് പറയുന്നത്.
പിന്നെ എന്താണ്, ദ ഗാലറി ആൾസോ ഹാഡ് റൂംസ് ഓർ പ്രൈവറ്റ് വ്യൂയിങ് കോൾഡ് ദ ടെറാസ്. അപ്പം നമ്മൾ പറഞ്ഞു ഫ്രണ്ടിലുള്ള ഓപ്പൺ ഗാലറീനെ പിറ്റെന്നും, അതുപോലെ തന്നെ ഈ റെപ്യൂട്ടഡ് ആയിട്ടുള്ള രാജ്ഞി പോലുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് പ്രൈവറ്റ് ആയിട്ടിരുന്ന് സെക്യൂർ ആയിട്ടിരുന്ന് കാണാനായിട്ട് പ്രൈവറ്റ് റൂംസും ഈ ഒരു തിയേറ്ററിലുണ്ട്. അതിനെ ടെറാസ് എന്നും പറയുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ in the galleries the people had to pay more and were protected due to the roof. ഇനി നമ്മൾ പറഞ്ഞു പിറ്റ് എന്നുള്ള ഒരു പ്ലേസ് ഉണ്ട്, ഓപ്പൺ ആയിട്ടുള്ള റൂഫ് ഒന്നും ഇല്ലാത്ത സ്ഥലം. അവിടെ ഇരുന്ന് കാണുന്ന ആൾക്കാർ എല്ലാ വെതർ കണ്ടീഷനും ഓക്കെ ആണെങ്കിൽ മാത്രമേ അവിടെ ഇരുന്ന് ഓപ്പൺ ഗാലറീസിലിരുന്ന ആളുകൾക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം മഴ വന്നാലും വെയിൽ വന്നാലും ഇതെല്ലാം മഴയൊക്കെ നനഞ്ഞിരുന്ന് മേ ബി തിയേറ്ററിലിരുന്ന് കാണേണ്ടി വരും. കാരണം ചാർജ് വളരെ കുറച്ചാണല്ലോ കൊടുക്കുന്നത്. പിന്നെ റൂഫൊക്കെയുള്ള ഗാലറീസും ഉണ്ട്. അവിടെ ആളുകൾക്ക് ഇരുന്ന് കാണണമെങ്കിൽ കൂടുതൽ ടിക്കറ്റ് ചാർജ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇപ്പം നമ്മൾ തന്നെയാണേലും തിയേറ്ററിൽ പോകുമ്പോൾ ഇപ്പം 3-4 ബ്ലോക്ക് ഉണ്ട്. ഏറ്റവും ഫ്രണ്ടിലിരുന്ന് കാണുന്ന ആൾക്കാർക്ക് ഒരു 19 രൂപയുടെ ടിക്കറ്റ് ചാർജ് കുറവുണ്ടായിരിക്കും. കാരണം ഫ്രണ്ടിലിരുന്ന് കാണുമ്പോൾ ഇങ്ങനെ നമ്മൾ തല മുകളിലോട്ട് വെച്ചിരുന്ന് കാണേണ്ടി വരും അല്ലേ. ഇനി ഏറ്റവും പിറകിലുള്ളവരെ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ലെവലെന്ന് അങ്ങനെയൊക്കെയാണ് ഓരോ തിയേറ്ററിലെ പേര് പറയുന്നത്. അത് ഏറ്റവും പിറകിലിരുന്ന് കാണണമെങ്കിൽ ചാർജ് കൂടുതലായിരിക്കും. കാരണം നമുക്ക് സ്ട്രെയിറ്റ് ടു സ്ട്രെയിറ്റ് സ്ക്രീനുമായിട്ട് ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കും. സോ നമുക്കൊരു സ്ട്രെസ് വരുന്നില്ല ഫിലിം കാണുമ്പോൾ. അതുപോലെയാണ് പണ്ടത്തെ ഇതുപോലുള്ള തിയേറ്റേഴ്സിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഒരു എലിസബത്തിൻ്റെ ടൈം പീരീഡിലെ പ്ലാഗിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. തിയേറ്റേഴ്സ് വെയർ ആൾസോ ദ ഫസ്റ്റ് ടു ബി ഷട്ട് ഡൗൺ ഡ്യൂ ടു പ്ലാഗ്. അപ്പോൾ ഈ പുറം രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പടർന്ന് പിടിച്ച് മരണപ്പെട്ട ആളുകൾ കൂടുതൽ മരണപ്പെടാൻ സാഹചര്യമാക്കിയ ഒരു ഡിസീസാണ് പ്ലാഗ്. അത് ഒരു പകർച്ചവ്യാധിയാണ്. ഒരുപാട് ആളുകൾ പ്ലാഗ് കാരണം അന്നത്തെ സമയത്ത് മരണപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പ്ലാഗിനെ കുറിച്ച് പല ലിറ്ററേച്ചറിലും പറയുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ ഫോസ്റ്റസിൻ്റെ കഥയിൽ നമ്മൾ പ്ലാഗിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം ഈ പകർച്ചവ്യാധിനെ ഒരു മരുന്ന് കണ്ടുപിടിച്ച് ആളുകളെ എല്ലാം ചികിത്സിച്ച് ഓക്കെ ആക്കിയ ഒരു ഡോക്ടറാണ് ഡോക്ടർ ഫോസ്റ്റസ് എന്ന് കഴിഞ്ഞ ബ്ലോക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എലിസബത്ത് എറയുടെ ടൈം പീരീഡിൽ ഈ പ്ലാഗ് ഈ രാജ്യത്തെല്ലാം പടർന്നു പിടിച്ചു. ആ സമയത്ത് തിയേറ്ററുകളാണ് ആദ്യം ക്ലോസ് ചെയ്തതെന്നാണ് പറയുന്നത്. അങ്ങനെ ക്ലോസ് ചെയ്ത് പതിയെ തിയേറ്ററുകളൊക്കെ അടഞ്ഞ് ഇല്ലാതൊക്കെ ആയി പോയി. അതൊക്കെയാണ് ഇവിടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് മാക്ബത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഡയറക്റ്റ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്തിട്ടുള്ളത്. മാക്ബത്ത് എന്നുള്ള ഒരു പ്ലേയുടെ ഇൻട്രൊഡക്ഷനിലോട്ടാണ് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് 85th കിങ് ആണ്. സ്കോട്ട്ലാൻഡ് എന്ന രാജ്യത്തെ 89ാമത്തെ രാജാവാണ് മാക്ബത്ത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പിന്നെ വില്യം ഷേക്സ്പിയർ ഈ ഒരു പ്ലേ എഴുതിയത് 1606 എഴുതിയതെന്നും അപ്പോൾ തന്നെ അത് പബ്ലിഷ് ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ബട്ട് ചിലർ 1626 അങ്ങനെ വില്യം ഷേക്സ്പിയറിന്റെ മരണശേഷമാണ് പബ്ലിഷ് ചെയ്തതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ പബ്ലിഷിംഗ് ഡേറ്റിന് ആർക്കും ഇതുവരെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. കാരണം ഇത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണല്ലോ. സോ ഇത് എഴുതിയത് 1606 എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്ലേ നടക്കുന്നത് സ്കോട്ട്ലാൻഡിലാണ്. ഗ്രേറ്റിലെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലേ റൈറ്റർ വില്യം ഷേക്സ്പിയർ ആണ് ഇത് എഴുതിയത്. ആരാണ് വില്യം ഷേക്സ്പിയർ? ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബ്രിട്ടീഷ് പോയട്രിയിലേക്ക് ഫാദറാണ്, പിതാവാണ് വില്യം ഷേക്സ്പിയർ. അദ്ദേഹത്തിൻ്റെ പ്ലേകളെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. അദ്ദേഹത്തിൻ്റെ സോണറ്റുകളെ കുറിച്ചെല്ലാം നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു ലിജൻഡാണ് വില്യം ഷേക്സ്പിയർ. സോ ഇവിടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് ഇവിടെ പറയുന്ന കാര്യം ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. കാരണം കഥ നമുക്ക് അടുത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ മാക്ബത്ത് അവിടെ പോയി ഇവിടെ പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എവിടെ പോയി എന്താണ് കഥയെന്ന് കരുതും. സോ നമുക്ക് അടുത്ത യൂണിറ്റിൽ കഥ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നല്ല വൃത്തിക്ക് പഠിച്ചു പോവാം. സോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു യൂണിറ്റ് 13 ജസ്റ്റ് ഒന്ന് വായിച്ചു വയ്ക്കുക. ഒരുപാടൊന്നുമില്ല, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല. ജസ്റ്റ് ഒരു തിയേറ്റേഴ്സിനെ കുറിച്ചും എലിസബത്തൻ ഇറയെ കുറിച്ചുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു വയ്ക്കുക കേട്ടോ. കൂടുതലൊന്നുമില്ല. അപ്പോൾ അടുത്ത യൂണിറ്റുമായിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.